ധന്യ, കഴിഞ്ഞ ദിവസം മനോരമയിൽ യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുൽ പങ്കെടുത്ത ഒരു ചർച്ചയുണ്ടായിരുന്നു. വളരെ വൈറലായ ഒരു ക്ലിപ്പാണ് കണ്ടത്. അതിൽ അവതാരിക ഷാനിയോട് യുവരാജ് ഗോകുൽ RSS എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. തന്നെ കണ്ടായിരുന്നു. അതിൽ യുവരാജ് ഗോകുലിനെ ഇങ്ങനെ ശല്യപ്പെടുത്തി ചോദിക്കുകയാണ്, ചൊറിഞ്ഞ് ചോദിക്കുകയാണ്, ADGP എന്തിനാണ് RSS നേതാവിനെ കണ്ടത് ഇങ്ങനെ ചോദിക്കുന്നത്. ആ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ഉത്തരത്തിലേക്കുള്ള ഒരു പോക്കാണ് ഷാനി ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ. പക്ഷെ യുവരാജ് ഗോകുൽ അതിന് കൃത്യമായ മറുപടി, ചുട്ട മറുപടി കൊടുത്ത് പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ഒതുക്കി കളഞ്ഞു. ആ വാക്കാ കറക്റ്റ്. തന്നെ കണ്ടില്ലേ? അത് കണ്ടായിരുന്നു ചേച്ചി. നമുക്ക് ആ യുവരാജിന്റെ ആ ക്ലിപ്പിന്റെ കുറച്ച് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത്ജി ISROയുടെ ചെയർമാൻ ശ്രീ സോംനാഥ് അദ്ദേഹവുമായിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണ്? ചന്ദ്രനിൽ എന്തെങ്കിലും അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടാണോ? ഞങ്ങൾ പലരും കാണുന്നുണ്ടെന്നേ. ഇപ്പൊ കേട്ടല്ലോ യുവരാജ് പറഞ്ഞത്. സത്യത്തിൽ മോഹൻ ഭാഗവത് ISRO ചെയർമാനെ കണ്ടു. ആ കണ്ടത് എന്താ ചന്ദ്രനിൽ എന്തെങ്കിലും അട്ടിമറി നടത്താനാണോ? സത്യത്തിൽ നമ്മൾ ചിരിച്ചു പോകുമ്പോൾ വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഷാനി പ്രഭാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, മനോരമ ചാനലിലെ മാധ്യമ പ്രവർത്തകയാണ്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക കൂടിയാണ് ഷാനി പ്രഭ. പക്ഷെ ഷാനിക്ക് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് ഇത്ര വിരോധമുള്ള ഒരു മാധ്യമ പ്രവർത്തകയെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ BJPയെ വലിയ രീതിയിൽ കുറ്റം പറയുമ്പോൾ ഷാനിക്ക് BJP എന്ന് കേൾക്കുമ്പോഴേ ചൊറിഞ്ഞു കയറുകയാണ്. അതായത് ഷാനി BJPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു ഉത്തരം ഷാനിയുടെ മനസ്സിൽ കണ്ടുവെക്കും. ഒരു അജണ്ട ഷാനി തന്നെ ഉണ്ടാക്കി വെക്കും. ചോദിച്ച അതിലേക്ക് കിട്ടണം. അതുവരെ BJP വക്താവിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സന്ദീപ് വാര്യറോ PR ശിവശങ്കറോ ഒക്കെ ആണെങ്കിൽ അവർ കൃത്യമായി മറുപടി കൊടുത്തിട്ട് ഷാനി ഇതുപോലെ തേച്ചൊട്ടിച്ചിട്ട് പോയി. ഈ ഇടക്കാലങ്ങളായി എനിക്ക് തോന്നുന്നു ഷാനി വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചകളുടെ സാന്നിധ്യമാണെങ്കിലും പണ്ടത്തെ പോലെ ഷാനിക്കൊരു ഈ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ വൈറലാവുന്നത് കാണാനില്ല. ഇപ്പൊ സുജയ പാർവതിയാണ് മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ സ്കോർ ചെയ്യുന്നത്. പിന്നെ ഹാഷ്മി ഉണ്ട്. ഇവർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഷാനിക്ക് കഴിയുന്നില്ല. സുജയ പാർവതി ഒരു മോദി ആരാധികയും അല്ലെങ്കിൽ BJPയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഹാഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മിക്ക് ഒരു വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും അത് പലപ്പോഴും ചർച്ചയിൽ കൊണ്ടുവരാൻ ഹാഷ്മി ശ്രമിക്കാറില്ല. പറയുന്നതിന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞു തന്നെ പോകും. ചാനലിന് ഒരു രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഷാനിയെ സംബന്ധിച്ചിടത്തോളം ഷാനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് BJPക്ക് എതിരെയുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വ്യക്തിപരമായി കൂടി ഷാനി പല ചർച്ചകളിലും കാണിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരായ അധ്യാപകർ നമുക്ക് പറഞ്ഞു തരും, മാധ്യമ പ്രവർത്തനം എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം, ഒരു പക്ഷവും പിടിക്കരുത്, നിങ്ങൾ വാർത്തയെ എങ്ങനെയാണ് കാണേണ്ടത്, പറയുന്നവർക്ക് സ്പേസ് കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചർച്ചയിൽ ആരെയും സ്മൃതി പരുത്തിക്കാട്ടൊക്കെ അതിന് ഉദാഹരണമാണ്. ആരെയും ചർച്ചയ്ക്ക് ആളെ വിളിക്കും, പക്ഷെ അവരെ പറയാൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ADGP അവർക്ക് PV അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് കേസ്, പിന്നെ PV അർമൻ ഉന്നയിച്ച പിന്നെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട കേസ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി അല്ലെങ്കിൽ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ പിന്നെ ശശിധരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഇതൊന്നും മനോരമയുടെ ചർച്ചാ വിഷയമല്ല. മനോരമയുടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഷാനിയുടെ അജണ്ട എന്ന് പറയുന്നത് അജിത് കുമാർ എന്തിന് RSSന്റെ നേതാവിനെ, RSS എന്ന് പറയുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ നേതാവാണ് ഈ ദത്തോത്രേയ ഉസബല എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്തിന് കണ്ടു എന്നുള്ളതാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ ധൈര്യമായി. ഷാനി അത് ചോദിച്ചു, മനോരമ അങ്ങനെ ആ ഒരു ആംഗിളിൽ ചോദിക്കുന്നു എന്ന് ധന്യ പറയുന്നു. പക്ഷേ PV അൻവർ ഉന്നയിച്ച ഈ ധന്യ നിരത്തി ഇത്രയും കാര്യങ്ങളും PV അൻവർ ഉന്നയിച്ചിരുന്നു. അതായത് അനധികൃതമായി സ്വത്ത് സമ്പാദനം, കവടിയാറ് കണ്ണായ സ്ഥലത്ത് വീട് പണിയുന്നത്, ഇതെല്ലാം ഉന്നയിച്ചെങ്കിലും കൊട്ടാരം കണക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആരാണ് ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യമായിട്ട് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ RSS നേതാവിനെ കണ്ടു, അതിനെതിരെ അതിന്റെ വാലിൽ പിടിച്ചു പോയതാരാ? VD സതീശൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അപ്പൊ എന്താ? ഇത്രയും വലിയ സംഭവങ്ങൾ, ഇത്രയും നിരയായി മുഖ്യമന്ത്രിയെ കൂടെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്രയും ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാം RSS, അതായത് BJP RSS ഈ രണ്ട് വിഭാഗത്തിലും ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തിയോ, അവരുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാവും. അതിൽ കടിച്ചു തൂങ്ങി മാധ്യമങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യവും അദ്ദേഹത്തിന് അറിയാം, നന്നായി അറിയാം. അപ്പൊ ആരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്തിനെ മറയ്ക്കാൻ, ആർക്ക് വേണ്ടിയാണ് VD സതീശൻ ഈ ഒരു ചർച്ചകളെല്ലാം വഴിതിരിച്ചു വിടുന്ന രീതിയിൽ ഈ RSS
RSS മേധാവിയെ കണ്ടത് ചർച്ചയാക്കിയത്? പക്ഷേ അത് പകൽ പോലെ വ്യക്തമല്ലേ? അപ്പൊ അൻവർ ഉന്നയിച്ചത് ആർക്കെതിരെയാണ്? അൻവർ ഉന്നയിച്ചത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും RSSനെതിരെയുമാണ് എന്ന് 20 വർഷത്തെ മാധ്യമ പ്രവർത്തന പരിചയമുള്ള പ്രീതാമോൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അൻവർ ഉദ്ദേശിച്ച വ്യക്തി ഒരൊറ്റ ആളാണ്. അത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അൻവർ ലക്ഷ്യം വെക്കുന്നതും VD സതീശൻ ലക്ഷ്യം വെക്കുന്നതും ആ ഒരാളെ തന്നെയാണ്. പക്ഷേ അൻവർ പറയുന്ന കുറെ കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നാൽ അത് LDFിലുള്ളവരും UDFിലുള്ളവരും കുടുങ്ങുമെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിഷയം മറ്റെന്തില്ലെങ്കിലുമൊക്കെ തിരിച്ചുവിടണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ RSS മേധാവി അല്ലെങ്കിൽ RSS നേതാവിനെ ADGP കണ്ടു. ADGPക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാകാം. ആ ആരോപണം നിയമപരമായി അതിലൊരു തെറ്റോ നടപടിക്കോ ഉള്ള യാതൊരു സാധ്യതയും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഒരു IPS ഉദ്യോഗസ്ഥനോ IAS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനോ ഒരു RSS നേതാവിനെയും കാണാൻ പാടില്ല എന്ന് ഒരിടവും എഴുതി വെച്ചിട്ടില്ല. അതിനുള്ള മറുപടി യുവരാജ് ഗോകുൽ കൊടുക്കുന്നുണ്ട്. മറ്റേ ISRO ചെയർമാനെ കണ്ട അട്ടിമറിക്കാണോ എന്നുള്ളത്. ഇവിടെ എന്ത് അട്ടിമറിക്കാണോ? ഒരുപക്ഷെ അദ്ദേഹം വലിയ ഒരു ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചിലപ്പോൾ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം. അത് ചർച്ച ചെയ്യാനായിരിക്കും പോയത്. ADGP അജിത് കുമാർ സ്വകാര്യ വാഹനത്തിലാണ് പോയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലല്ല. അദ്ദേഹം തൃശ്ശൂര് ഒരു ഹോട്ടലിൽ പോയി കണ്ടു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കില്ല, പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെ ആകാം പോയിട്ടും ഉണ്ടാവുക. പക്ഷേ ADGP അജിത് കുമാർ പോയതിന് ഷാനി ഇത്ര കിടന്ന് തിളയ്ക്കുന്നത് എന്തിനാണ്? ADGP അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് RSSനെ കണ്ട നേതാവിനും അറിയാം, ADGPക്കും അറിയാം, അറിയേണ്ടവർക്കൊക്കെ അത് അറിയുകയും ചെയ്യാം. എന്തിനാണ് എന്നുള്ളത്, ആരെ രക്ഷിക്കാനാണ്, എന്ത് കാര്യത്തിനാണ്, ഏത് ഉദ്ദേശത്തിനാണ്, ഏത് ലക്ഷ്യത്തിനാണ് എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ RSS നേതാവിനെ എന്തിന് കണ്ടു ADGP എന്ന് യുവരാജ് ഗോകുലിനോട് ചോദിച്ചാൽ യുവരാജ് ഗോകുലല്ല ആ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്ത് ചോദ്യമാണ് ഇതിപ്പോ? ADGP അജിത് കുമാറിനെ വിളിച്ചിരുത്തിയാണ് ഷാനി ഇത് ചോദിച്ചെങ്കിൽ അത് ന്യായമുണ്ട്. ആ ഉത്തരം പറയേണ്ടത് ADGP ആണ്. അല്ലെങ്കിൽ ദത്തോത്രയെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ADGP കണ്ടത്? അതിനും ഒരു ന്യായമുണ്ട്. ക്ലീൻ ഷേഡ് ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രത്തോളം ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അതപ്പതിച്ചു പോയോ എന്നുള്ളതാണ്. എന്തായാലും മോദി വിരോധം വല്ലാതെ ഷാനിയെ അന്ധയാക്കിയിട്ടുണ്ട്. മോദി ഫാനല്ല, മോദി വിരോധമാണ് ഷാനിയെ അന്ധയാക്കുന്നത്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതൊന്നും ഷാനി പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം മനോരമയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, അവരുടെ രാഷ്ട്രീയം അതല്ലെങ്കിൽ പോലും. പക്ഷെ ഷാനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പല സ്ഥലത്ത് വെച്ചും പലരെയും കണ്ടിട്ടുണ്ട്. അതെന്തിനാണ് കണ്ടതെന്ന് തിരിച്ച് ഈ വരുന്ന ചർച്ചയ്ക്ക് വരുന്നവർ ചോദിച്ചാൽ ഇവർക്കൊക്കെ മറുപടി ഉണ്ടോ? ഓരോരുത്തരെ കാണുന്നത് വ്യക്തിപരമായ കാര്യമാണ്. അത് ഇപ്പോ പ്രീതാമോൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ADGP അജിത് കുമാറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തിനു കണ്ടു എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അല്ല, വേറെ ആരെങ്കിലും വന്നത് ധന്യോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നോട് ചോദിക്കുന്നത് പ്രീതാമോൾ എന്തിനാണ് ADGP അജിത് കുമാറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടോ, എന്തിനാ, എനിക്കെങ്ങനെ അറിയാം എന്ന് എനിക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റും. ഈ ഇരുന്ന് ചോദിക്കുന്നവർ പലരെയും പലയിടത്ത് വെച്ചും കണ്ടതും പലരും പിടികൂടിയിട്ടുള്ളതുമാണ്. എന്നിൽ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതൊരു വ്യക്തിപരമായ കാര്യം. ആരെങ്കിലും അവരോട് അതിനെ ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ പോയിട്ടുണ്ടോ? അതൊക്കെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ വരുന്നതെല്ലാം ആരോപണങ്ങളാണ്. അതിലൊന്നും അവരൊക്കെ പരസ്യമായി സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ പോലും, അതിലൊന്നും അശ്ലീല മെസ്സേജുകൾ അയച്ചാൽ പോലും എന്തിനയച്ചു എന്ന് ചോദിക്കാൻ പോലും ഒരു വാ അനക്കാത്തവർ RSS നേതാവിനെ ADGP എന്തിന് കണ്ടു? അത് ഷാനിക്ക് അത്ര അറിയണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെ വ്യക്തിപരമായി വിളിച്ച് അല്ലെങ്കിൽ ചർച്ചയിൽ കൊണ്ടിരുത്തി ചോദിക്കുക, നിങ്ങൾ എന്തിന് കണ്ടു? നിങ്ങളോട് മറുപടി പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം മറുപടി പറയുള്ളൂ. എനിക്ക് താല്പര്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ടിടത്ത് എനിക്ക് കൊടുക്കാൻ അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം പിണറായി പറയാത്തത് കൊണ്ടായിരിക്കും വാ തുറക്കാത്തത്. വാ തുറന്ന് സംസാരിക്കുമെന്ന് പിണറായി പറയുമ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി എന്തായാലും ഈ ഇരുന്ന് ചൊറിയുന്ന മാധ്യമ പ്രവർത്തകർക്ക് കിട്ടും. എന്തായാലും യുവരാജ് ഗോകുലിനെ പോലെയുള്ള പ്രവർത്തകർ ഇപ്പൊ BJP എന്തുകൊണ്ട് പിന്നെ സമരം നടത്തിയില്ല, യുവമോർച്ച എന്തുകൊണ്ട് യുവമോർച്ച സമരം നടത്തി, BJP സമരം നടത്തിയില്ല? BJP ആരുടെ അറിവോട് കൂടിയാണ് RSS നേതാവിനെ ADGP കണ്ടത് എന്ന് വരുത്തി തീർക്കാൻ. എന്നിട്ടൊന്നും ചോദിക്കുന്നുണ്ട്, BJPയുടെ പോഷക സംഘടനയാണല്ലോ, യുവജന സംഘടനയാണല്ലോ എന്ന് ചോദിക്കുമ്പോ ആണോ?
ആണോ? അതെ, ആണോ? ആണോ? പ്രസ് റിലീസ് ഇറക്കുന്നുണ്ട്. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉണ്ടോ? ഇതൊക്കെ അറിയാം എന്നിട്ടും അറിഞ്ഞുകൂടാത്തതുപോലെ അതായത് ഷാനിയുടെ മനസ്സിൽ BJP-യിൽ നിന്ന് ഒരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ യുവരാജ് ഗോകുലിൽ നിന്ന് ഒരു ഉത്തരം കിട്ടണം. ആ ഉത്തരം കിട്ടാനായി ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മറ്റ് LDF UDF-നെ പോലെ അല്ല BJP നേതാക്കൾ. അവർ കൃത്യമായി ഹോംവർക്കുകൾ ചെയ്തിട്ട് വന്നിരിക്കുന്നവരാണ്. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവർ ഒരു സെക്കൻഡ് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രമേ അവർ മറുപടി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഷാനി പണ്ടേ ചൊറിച്ചിലിന് വിദഗ്ധയാണ്, പ്രത്യേകിച്ച് BJP-ക്കാരോട്. ആ ചൊറിച്ചിൽ ഈ സന്ദീപ് വാര്യറൊക്കെ എടുത്തിട്ട് അലക്കിയിട്ടുള്ളതാണ്. എന്തായാലും സ്വന്തം വർഗമാണ്, ഇരുന്ന് കുറ്റം പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രത്തോളം ഇവരെ കഥ പതിച്ചു പോകുന്നു എന്ന് നമുക്കും തോന്നിപ്പോവാറുണ്ട്. എന്തായാലും ADGP അനിൽ കുമാർ വാ തുറക്കുന്നത് വരെ ഒന്ന് സഹിക്ക് ഷാനി.